ഓക്കെ, നമുക്ക് റീഡിങ്ങില് പാർട്ട് എയില് ടോപ്പിക് വന്നേക്കുന്നത് ദ ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിമെൻഷ്യ ആണ്. അതിൽ ടെക്സ്റ്റ് എയില് എന്താ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു കാൽക്കുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബിയില് ഫാക്ട്സ് ആണ് അബൌട്ട് ഡിമെൻഷ്യയെ പറ്റി പറഞ്ഞേക്കുന്നത്. സിയില് ഏജിംഗ് വേൾഡ് പോപ്പുലേഷനെ പറ്റി ഇഫക്ട്സിനെ പറ്റി പറയുന്നുണ്ട്. ഡിയില് അജിറ്റേഷൻ ഇൻ ഡിമെൻഷ്യ പേഷ്യൻസിന്റെ കാര്യവും മെൻഷൻ ചെയ്തേക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1, which study found about blingulism can delay the onset of dementia? ഇവിടെ പറയുന്നുണ്ട് ബ്ലിങ്കുലിസത്തിന്റെ കാര്യമൊക്കെ. ബിയില് പാർട്ട് ബി ബീറ്റേ പറയുന്നു. അത് ബീറ്റയിലെ ഫസ്റ്റ് തന്നെ, അതായത് ഫസ്റ്റ് ബുള്ളറ്റ് വൺ. എ കനേഡിയൻ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് എ ലൈഫ് ടൈം ഓഫ് ബിലിംഗ്വിസം ഹാസ് എ മാർക്ഡ് ഇൻഫ്ലുവൻസ് ഓഫ് ഡിലേയിങ് ദ ഓൺസെറ്റ് ഓഫ് ഡിമെൻഷ്യ ബൈ ആൻ ആവറേജ് ഓഫ് 4 years വെൻ കമ്പയർഡ്. അവിടെ തന്നെ പറയുന്നത്. Yes, text B first bulletin. The Canadian study found that a lifetime of bilingualism has a marked influence on delaying the onset of dementia by an average of 4 years when compared to monolingual patients. അവിടെയാണ് ആ ഒരു ബിലിംഗ്വാലിസത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്. Then second question, why മാർക്ക് ചെയ്തില്ല അല്ലെ ടെക്സ്റ്റ് ബിയില് ഫസ്റ്റ് ബുള്ളറ്റിനില്. Second question, why the proportion of older people is increasing? ചാർലി കിട്ടിയോ? കിട്ടിയായിരുന്നു മാം. ചാർലിയില് ഓൾഡർ ഗ്രൂപ്പ്, അതായത് അതിന്റെ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ അവിടെ ഇല്ലായിരുന്നോ? Second line, first paragraph, second line. The proportion of older people increases as mortality. And life expectancy increases. Mortality fall ചെയ്യുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, what are the possible interventions for agitation in dementia? ടെക്സ്റ്റ് ഡി. ടെക്സ്റ്റ് ഡി, അതായത് ആ ഹെഡിങ് പറയുന്ന അജിറ്റേഷൻ ഇൻ ഡെമെൻഷ്യ പേഷ്യൻസ് എന്നാ. അപ്പൊ അവിടെ എല്ലാം പറയുന്നത് ഇതിനെ കുറിച്ച് തന്നെയാണ്. സോ നമുക്ക് അത് അവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. പോസിബിൾ ഇന്റർവെൻഷൻ മീൻസ് എന്താണ്? ട്രീറ്റ്മെന്റ്. അപ്പൊ ടെക്സ്റ്റ് ഡിയില് തേർഡ് ബുള്ളറ്റിൽ പറയുന്നുണ്ട്, തേർഡ് പോയിന്റ് ആയിട്ട് ഹെഡിങ് ആയിട്ട്, there is no FDA approved treatment for agitation in dementia. Medical treatment may begin with cholinesterase inhibitors, which appear safer than other alternatives, although evidence for its efficacy is mixed. അപ്പൊ അവിടെ എറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക്സിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ട്രീറ്റ്മെന്റ് എല്ലാം പറയുന്നത് ടെക്സ്റ്റ് ഡിയിൽ ലാസ്റ്റ് പാരഗ്രാഫില്. കണ്ടോ എല്ലാരും? Fourth one, what does NCD stands for? ചാർലി അല്ലേ? അതെ, ടെക്സ്റ്റ് സിയിലാണ് NCD കുറിച്ച് പറയുന്നത്. ടെക്സ്റ്റ് സിയില് ലൈൻ ആയിട്ട് അത് തന്നെ. ഇൻ ദ ഹെൽത്ത് ട്രാൻസ്മിഷൻ അക്കമ്പനിങ് ഡൊമസ്റ്റിക് ഏജന്റ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് NCD assume a progressively greater significance in low and middle income countries. അതെ, ടെക്സ്റ്റ് സിയില് ഫിഫ്ത്ത് ലൈൻ, ഇൻ ദ ഹെൽത്ത് ട്രാൻസിഷൻ അക്കമ്പനിങ് ഡെമോഗ്രാഫിക് ഏജിംഗ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ബ്രാക്കറ്റ് NCD. അവിടെയാണ് അതിന്റെ ഫുൾ ഫോം പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, who provides specialized care for dementia patients? Text B യില് സെക്കൻഡ് ബുള്ളറ്റിൻ, adult daycare centers provide specialized care for dementia patients including supervision, recreation, meals and limited health care to participants as well as providing respite for caregivers. കണ്ടോ? Six, what is the predicted rise in dementia patients in low and middle income countries? ആൽഫ. ടെക്സ്റ്റ് എ ആൽഫ. അതാ ഇത് കണ്ടോ, ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് കണ്ടോ? മോസ്റ്റ് പീപ്പിൾ ആൻഡ് ഡിമെൻഷ്യ ലൈവ് ഇൻ ലോ ആൻഡ് medial income countries, 60% in 2017, raising to 71% by 2040. Text A first bulletin, most people with dementia live in low and middle income countries, 60% in 2007, rising to 71% by 2040. അപ്പോൾ 60% എന്നുള്ളത് 2040 ആകുമ്പോഴത്തേക്ക് 71% ആയിട്ട് ഇൻക്രീസ് ആവുമെന്ന് പറയുന്നു.
7. How do the risk factors for myocardial infarction operate across the world? അത് ടെക്സ്റ്റ് സിയിലാ പറയുന്നത്. ആ റിസ്ക് ഫാക്ടേഴ്സ് മയോകാർഡിയൽ ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ ആ എന്തോ സ്കൂളിലല്ല. പറയുന്നത് ലാസ്റ്റ് ഭാഗം, ലാസ്റ്റ് അതായത് സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഭാഗത്ത് സെക്കൻഡ് ലൈൻ. The inherent cross-national case control study suggests that risk factors for myocardial infarction operate equivalently in all world regions. അവിടെ നിന്ന് എടുക്കാം. യെസ്. നെക്സ്റ്റ് ബി സിയില് ലാസ്റ്റ് പാരഗ്രാഫില് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ. The inherent cross-national case control study suggests that risk factors for myocardial infarction operate equivalently in all world regions, including Latin America and China. കണ്ടല്ലോ എല്ലാരും? 1 to 7 എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. Okay. 8th question. What does AD stands for? Alzheimer's disease. കിട്ടിയല്ലോ? Alzheimer's disease. കിട്ടിയായിരുന്നു. ടെക്സ്റ്റ് ഡിയില് സെക്കൻഡ് ലൈൻ ആയിട്ട്, അതായത് റിലീസ് എവിടെ തൊട്ട് വായിക്കാം? ഫസ്റ്റ് ലൈൻ തൊട്ട് വായിക്കാം. അജിറ്റേഷൻ ഓഫൺ കമ്പനീസ് ഡിമെൻഷ്യ ആൻഡ് ഓഫൺ പ്രൊസീഡ്സ് the diagnosis of common age related disorder of cognition such as Alzheimer's disease bracketൽ AD. Yes, text ഡിയില് ഫസ്റ്റ് ലൈന് പറയുന്നുണ്ട് അജിറ്റേഷൻ ഓഫൺ അക്കമ്പനീസ് ഡിമെൻഷ്യ ആൻഡ് ഓഫൺ പ്രൊസീഡ് ദ ഡയഗ്നോസിസ് ഓഫ് കോമൺ ഏജ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഓഫ് കോഗ്നിഷൻ സച്ച് ആസ് അൽഷിമേഴ്സ് ഡിസീസ്. കിട്ടാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. 9. Who conducted cross national case control study? ആരാണ്? ഇന്റർഹാർട്ട് അല്ലെ? അതാ ഹൈലൈറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബിയില് ടെക്സ്റ്റ് സിയില് ലാസ്റ്റ് തേർഡ് ലൈൻ. The Interheart cross-national case control study suggests that the risk factors for myocardial infarction operate equivalently in all world regions. കണ്ടോ എല്ലാരും? Yes. 10. What is the estimated count of people living with dementia worldwide? 24.2 million. കിട്ടിയതോ? അതായത് ടെക്സ്റ്റ് എയിലെ ഫസ്റ്റ് ലൈൻ. An expert group working for Alzheimer's disease international recently estimated that 24.2 million people live with dementia worldwide. Yes. Text A first line. An expert group working for Alzheimer's disease international recently estimate that 24.2 million people live with dementia worldwide. Next one. Name the region in the world where NCDs are not the leading cause of death. കിട്ടിയോ ആൻസർ? കിട്ടിയായിരുന്നു. അത് ടെക്സ്റ്റ് സിക്കകത്ത് സെക്കൻഡ് ആയിരുന്നു, ഫസ്റ്റ് ലൈനിലായിരുന്നു അത്. അതെ, ഫസ്റ്റ് പാരഗ്രാഫിന്റെ മിഡിലായിട്ട്. NCDs are already the leading cause of death in all world region apart from sub-Saharan Africa. അതാണ് ആൻസർ. ടെക്സ്റ്റ് ഡി സിയില് നമുക്കൊരു സിക്സ്ത് ലൈൻ. NCDs are already the leading cause of death in all world regions apart from sub-Saharan Africa. അതായത് അവിടെ ഒഴിച്ച് ബാക്കി എല്ലാ വേൾഡ് റീജിയൻസിലും NCDs ആണ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ദ റീജിയൻ അല്ല give 2 examples for stage 2 regions. China and India. China and India. അതും ആ ടെക്സ്റ്റ് സിക്കകത്തെ സെക്കൻഡ് പാരഗ്രാഫില്. അതായത് സോ NCDs have maximum public health signs more so than in stage 2 regions China and India bracketല് where risk exposure not yet so elevated. ആൻസർ ചൈന ആൻഡ് ഇന്ത്യ ആണ്. നമുക്ക് ടെക്സ്റ്റ് സിയില് ലാസ്റ്റ് പാരഗ്രാഫിൽ സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട് NCDs have maximum public health salience more than in stage 2 regions in bracket China and India. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയായിരുന്നു. നെക്സ്റ്റ് വൺ. നെയിം 1 stage 4 region. ആൻസർ ഈസ് യൂറോപ്പ്. യൂറോപ്പ്.
Next line. അതാ നെക്സ്റ്റ് ഉള്ളത് ലൈൻ. തന്നെ. ഞാൻ വായിച്ച ലൈൻ്റെ തൊട്ട് താഴെയുള്ള എക്സ്പോഷർ ഈസ് നോട്ട് യെറ്റ് സോ എലിവേറ്റഡ് ആൻഡ് in stage 4 region Europe Yes, where public health in text C last paragraph last in the third line in stage 4 regions in bracket Europe. കണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 8 to 13 ആർക്കെങ്കിലും? ഇല്ല മാം. ഇല്ല. 14 there is no dash treatment for agitation in dementia. കിട്ടിയായിരുന്നോ? No FDA approved treatment അല്ലേ? അതെ, ടെക്സ്റ്റ് ഡിയിലെ ട്രീറ്റ്മെന്റിനകത്ത് ഫസ്റ്റ് ലൈൻ. There is no FDA approved treatment for agitation in dementia. Yes, text D first last paragraph first line. There is no FDA approved treatment for agitation in dementia. Next question. There is a particular lack of published epidemiological studies in dash. Latin America. Latin America. Answer എന്തായിരുന്നു? ലാറ്റിൻ അമേരിക്കൻസ് അല്ലേ? ലാറ്റിൻ അമേരിക്ക. നെക്സ്റ്റ് എയില് ലാസ്റ്റ് പാരഗ്രാഫില് സെക്കൻഡ് ലാസ്റ്റ് ലൈൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. There is a particular lack of published epidemiological studies in Latin America with 2 descriptive studies only from Brazil and Colombia. കണ്ടോ എല്ലാരും? Yes, ma'am. Next question. Dash often accompanies dementia. 16 dash often accompanies dementia and often precedes the diagnosis of Alzheimer's disease. Agitation. Answer is agitation. Yes. നമുക്ക് അവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം. Next ഡിയിലെ next paragraph first line. Agitation often accompanies dementia and often precedes the diagnosis of common age-related disorders of cognition, such as Alzheimer's disease. ടെക്സ്റ്റ് ഡിയില് ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അജിറ്റേഷൻ ഓഫൺ അക്കമ്പനീസ് ഡിമെൻഷ്യ ആൻഡ് ഓഫൺ പ്രൊസീഡ് ദ ഡയഗ്നോസിസ് ഓഫ് കോമൺ ഏജ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ഓഫ് കൊഗ്നിഷൻ സച്ച് ആസ് അൽഷിമേഴ്സ് ഡിസീസ്. Then 17th one, the proportion of older people increases as mortality falls and dash increases. Answer is life expectancy. കിട്ടി നിങ്ങൾക്ക്? Life കിട്ടിയായിരുന്നു. ടെക്സ്റ്റ് സിയിലായിരുന്നു. text C. In text C. Second line. The proportion of older people increases as and life expectancy increases. Yes. In text First C, paragraph, second line. second line. The proportion of older people increases as mortality falls and life expectancy increases. 17th question. The proportion of 18th question. Medical treatment for agitation in dementia may begin with dash. Begin with cholinesterase inhibitors. അല്ലേ? അതെ. Answer from text D, last paragraph. ട്രീറ്റ്മെന്റിനകത്ത് സെക്കൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് may begin with a cholesterol inhibitor which appears safer and other alternative, although evidence for efficacy is mixed. In text D, last paragraph first line, medical treatment may begin with a cholinesterase inhibitor. 19th question. More than 80% of people who develop AD eventually become agitated or dash. Aggressive. നമുക്ക് ടെക്സ്റ്റ് ഡിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് തേർഡ് ലൈൻ ആയിട്ട് സെക്കൻഡ് ലൈൻ ആയിട്ട് more than 80% of people who develop AD eventually become agitated or aggressive. 20th one, dash proceeds appears in all world region. Demographic aging. Demographic aging. Text C first line. Yes. Text C first line, demographic aging proceeds appears in all world regions. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് പാർട്ട് എയില്? ഇല്ല മാം.